നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലോട്ട് കയറുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി. ഇപ്പോൾ ഈ വീഡിയോയുടെ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. എങ്ങനെ നോക്കിയാലും ഒരു ക്വസ്റ്റ്യൻ ഇതിനുള്ളിൽ നിന്ന് വന്നിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ who were proposed by this principle G.H. Hardy and William Weinberg. അത് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. G.H. Hardy and William Weinberg. And this principle says that allele frequency in a population is stable and constant from generation to generation. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? അലീൽ ഫ്രീക്വൻസി. നിങ്ങൾക്ക് അലീൽസ് അറിയാമല്ലേ? ഒരു ജീനിൽ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ് അലീൽ. നമ്മൾ ഓൾറെഡി പഠിച്ചാണല്ലോ, ജീനിൻ്റെ ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ് അലീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അലീൽ ഫ്രീക്വൻസിനെ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു പോപ്പുലേഷനിലെ അലീൽ ഫ്രീക്വൻസി ആ സ്റ്റേബിൾ ആയിരിക്കും. ദാറ്റ് വൺ ഈസ് കോൺസ്റ്റൻറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. എത്ര ജനറേഷൻ മാറിയാലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. അതങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കട്ടോ. അലീൽ ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ ആർ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റൻറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. The gene pool. What's a gene pool? Total genes and their alleles in a population. അതിനെയാണ് ജീൻ പൂൾ എന്ന് പറയുന്നതും ടേം പഠിക്കുക കേട്ടോ. വാട്ട്സ് എ ജീൻ പൂൾ? ടോട്ടൽ ജീൻസ് ആൻഡ് ദർ അലീൽസ്. ഒരു ജീനും അതിൻ്റെ അലീൽസും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഓർഗാനിസംസിൽ എന്തോരം ജീൻസിലുണ്ടാവും, അതിൻ്റെ അലീൽസും ഉണ്ടാവും. അപ്പോൾ ഒരു പോപ്പുലേഷനിലോ അതെല്ലാം റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. ദ ജീൻ പൂൾ റിമൈൻസ് എ കോൺസ്റ്റൻറ്റ്. ദിസ് ഇസ് കോൾഡ് ജനറ്റിക് ഇക്വിലിബ്രിയം. അങ്ങനെ കോൺസ്റ്റൻ്റ് ആവുന്ന ഒരു ജീൻ പൂൾ, അതാണ് ജനറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സം ടോട്ടൽ ഓഫ് ഓൾ ദ അലീൽ ഫ്രീക്വൻസീസ് 1. ഒരു പോപ്പുലേഷനിലെ ടോട്ടൽ ഓഫ് ഓൾ ദ അലീൽ ഫ്രീക്വൻസി 1 ആയിരിക്കും. ദാറ്റ് മീൻസ് ഈക്വൽ ആണെന്നാണ് അർത്ഥം. അതിനെ 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. മനസ്സിലായല്ലോ? ഒരു പോപ്പുലേഷനിൽ അലീൽ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്, സ്റ്റേബിളാണ്. ജനറേഷൻ ടു ജനറേഷനിലാണെങ്കിലും that is a frequency, all the allele frequency of the gene pool is 1. ഇതിനെയാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ, അത് മറക്കരുത്, ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഡിസ്റ്റർബൻസ് ഇൻ ജനറ്റിക് ഇക്വിലിബ്രിയം ഓർ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. നമ്മളിപ്പോൾ ജനറ്റിക് ഇക്വിലിബ്രിയം പഠിച്ചു അല്ലേ? അതായത് അല്ലെങ്കിൽ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പഠിച്ചു. ജീൻ പൂളിൽ ടോട്ടൽ നമ്പർ ഓഫ് അലീൽ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണെന്ന് പഠിച്ചു. ഇത് ജീൻ പൂൾ. അതേസമയം ഡിസ്റ്റർബൻസ് വരുവാണ് ആ ഒരു അതിനെയാണ് നമ്മൾ ജനറ്റിക് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിരുന്ന ഒരു ജനറ്റിക് ഇക്വിലിബ്രിയം എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമോ, ദാറ്റ് ഈസ് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓഫ് അലീൽ ഇൻ എ പോപ്പുലേഷൻ വുഡ് ദെൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് എ റിസൾട്ടിങ് ഇൻ എവല്യൂഷൻ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പോപ്പുലേഷൻ, കോൺസ്റ്റൻ്റ് ഒരു പോപ്പുലേഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഓഫ് ഫ്രീക്വൻസി അലീൽസിൽ ചേഞ്ചസ് വരുവാണെങ്കിൽ അത് എവല്യൂഷൻ, റിസൾട്ടിങ് ലീഡ്സ് ടു എവല്യൂഷനായി മാറി. P plus Q the whole squared is equal to P squared plus 2PQ plus Q squared. P എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് അലീൽ എ. P എന്ന് പറയുന്നത് അലീൽ എ എന്ന ദ ഫ്രീക്വൻസി ഓഫ് അലീൽ എ ആണ്. Q എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് അലീൽ സ്മോൾ എ. അപ്പോൾ ഈ ക്യാപിറ്റൽ എയും സ്മോളും നമുക്ക് പോപ്പുലേഷനായിട്ട് കൺസിഡർ ചെയ്യാം. പോപ്പുലേഷൻ എയുടെ ഫ്രീക്വൻസിയാണ് പി. അടുത്ത നെക്സ്റ്റ് പോപ്പുലേഷൻ്റെ സ്മോൾ എ ആണ്, എ എന്ന സ്മോൾ എ അതിൻ്റെയാണ് ക്യൂ ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ ദ ഫ്രീക്വൻസി ഓഫ് ഇൻഡിവിജ്വൽ എ പി സ്ക്വയർഡും, കാരണം എന്താ, പി പ്ലസ് ക്യൂ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു പി സ്ക്വയർഡ് പ്ലസ് 2PQ സ്ക്വയർഡ് പ്ലസ് ക്യൂ സ്ക്വയർഡാണ് അല്ലെ, മാത്തമാറ്റിക്കൽ ഫോർമുലയാണിത്. അപ്പം ദ ഫ്രീക്വൻസി ഓഫ് രണ്ട് ഇൻഡിവിജ്വൽ വരുവാണെങ്കിൽ അത് എ പി സ്ക്വയർഡായി. ദ ഫ്രീക്വൻസി ഓഫ് ഇൻഡിവിജ്വൽ സ്മോൾ 2 വരുന്നു അല്ലേ, അപ്പോൾ ക്യൂ സ്ക്വയർഡായി. ദ ഫ്രീക്വൻസി ഓഫ് ഇൻഡിവിജ്വൽ എ വരുന്നു, അപ്പം എ എന്ന് വരുമ്പോൾ പി ക്യൂ ആവാം, ക്യൂ പി ആവാം അല്ലേ. സ്മോൾ എ ആവാം ആദ്യം, സ്മോൾ ഇപ്പോൾ എങ്ങനെയാണല്ലോ, അപ്പോൾ 2 വന്നു, 2PQ വന്നു അല്ലേ. അപ്പം ഇതാണ് എൻ്റെ ഫോർമുലയും. അപ്പോൾ ഇതിനൊരു ചേഞ്ചസ് വരുവാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിക്ക് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു അലീൽസിന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദാറ്റ് ലീഡ്സ് ടു എവല്യൂഷനായിട്ട് മാറി. ഇതാണ് ഹാർഡി വെയിൻബർഗ് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല അടക്കം നിങ്ങൾ എഴുതണം കേട്ടോ. വാട്ട് ഇസ് എ ഹാർഡി വെയിൻബർഗ്? കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് അലീൽ ഇൻ എ പോപ്പുലേഷൻ വുഡ് ലീഡ്സ് ടു എവല്യൂഷൻ. P plus Q the whole squared is equal to P squared plus 2PQ plus Q squared is equal to 1.
1 മീൻസ് കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കുന്നതാണ്. ഇനി 5 ഫാക്ടേഴ്സ് ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. 5 ഫാക്ടേഴ്സ് ആർ നോൺ ടു അഫക്റ്റ് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം. ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. സെക്കൻഡ്, ജനറ്റിക് ഡ്രിഫ്റ്റ്. തേർഡ് വൺ, മ്യൂട്ടേഷൻ. ഫോർത്ത് വൺ, ജനറ്റിക് റീകോമ്പിനേഷൻ. ആൻഡ് ഫിഫ്ത്ത് വൺ, നാച്ചുറൽ സെലക്ഷൻ. വാട്ട് ഇസ് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ? മൈഗ്രേഷൻ നിങ്ങൾക്കറിയാം അല്ലേ? മൈഗ്രേറ്ററി ബേർഡ്സ് അറിയാം. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് അല്ലേ? ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ആ സ്ഥലം വിട്ടവർ പോവുക, അതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അവയുടെ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ആയിട്ടുള്ള ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ വന്നപ്പോൾ അവരൊരു സ്ഥലം വിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയണത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ എന്താണെന്ന് നോക്കാം. When migration of a section of a population to another place and population occurs, gene frequency change in the original as well as in the new population. എന്താണ് ജീൻ മൈഗ്രേഷൻ? ജീൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത് when migration of a section of a population, നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുക. പോപ്പുലേഷൻ ഇപ്പം നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഗ്രാമം, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ആ വാർഡ്, ഒരു വാർഡ്, ഇപ്പോൾ വാർഡ് 17 എന്ന് പറഞ്ഞ് വിചാരിക്കുക. ആ വാർഡിലെ പോപ്പുലേഷൻ്റെ ജീൻ പൂൾ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അതിൽ നിന്നും മൈഗ്രേഷൻ എ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ടു അനദർ പ്ലേസ്, ആ ഒരു 17ാം വാർഡിലോട്ട് വേറൊരു പോപ്പുലേഷനിൽ നിന്നും കുറച്ച് ആൾക്കാർ എത്തി. അതായത് ഇപ്പം നമ്മളിപ്പോൾ താമസിക്കുന്നത് 17ാം വാർഡ് എന്ന പോപ്പുലേഷൻ ആണെങ്കിൽ അവിടുത്തെ ജീൻ പൂൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിലോട്ടാണ് 16ാം വാർഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്. ആൻഡ് പോപ്പുലേഷൻ ഒക്കർ ആൻഡ് ജീൻ ഫ്രീക്വൻസി ചേഞ്ച് ഇൻ ദ ഒറിജിനൽ ആസ് വെൽ ആസ് ന്യൂ പോപ്പുലേഷൻ. അപ്പം ആ ഒരു പോപ്പുലേഷൻ, അതായത് കുറച്ച് ആൾക്കാർ നമ്മളുടെ വാർഡിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മാറും? അവർ സ്വാഭാവികമായിട്ടും നമ്മുടെ വാർഡിലോട്ട് വന്ന് താമസിക്കുന്നു, ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് മീറ്റിംഗ് നടക്കുന്നു. മീറ്റിംഗ് അല്ലെങ്കിൽ ബ്രീഡിങ് അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ് അല്ലേ? ആ സെക്സ് പ്രോസസ്സിലൂടെ പുതിയ പോപ്പുലേഷൻ, പുതിയ ആൾക്കാരെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എന്തെന്ന് പറഞ്ഞാലും ഈ പോപ്പുലേഷനിൽ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരുന്ന ജീൻ അലീൽസ്, എല്ലാ അലീൽസും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിരുന്നതിലോട്ട് പുതിയൊരാളെത്തി, പുതിയൊരു പോപ്പുലേഷൻ്റെ അലീൽസ് വന്നു കഴിഞ്ഞു. ന്യൂ ജീൻസ് അലീൽസ് ആഡഡ് ടു ദ ന്യൂ പോപ്പുലേഷൻ ആൻഡ് ദീസ് ആർ ലോസ്റ്റ് ഫ്രം ദ ഓൾഡ് പോപ്പുലേഷൻ അല്ലേ? പുതിയതായിട്ട് വന്ന ആൾക്കാരുടെ അലീൽസ് ഈ ഉണ്ടായിരുന്ന പോപ്പുലേഷനോട് കയറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ന്യൂ ജീൻസ് ഓർ ന്യൂ അലീൽസ് ആർ ആഡഡ് ടു ദ ന്യൂ പോപ്പുലേഷൻ ആൻഡ് ദീസ് ആർ ലോസ്റ്റ് ഫ്രം ദ ഓൾഡ് പോപ്പുലേഷൻ നിന്നും അത് നഷ്ടപ്പെട്ടു പോയി. ദീസ് വുഡ് ബി ദ ജീൻ ഫ്ലോ ഇഫ് ദിസ് ജീൻ മൈഗ്രേഷൻ ഹാപ്പൻസ് മൾട്ടിപ്പിൾ ടൈംസ്. ഇങ്ങനെ പല പ്രാവശ്യം നടക്കുന്നതിനെ നമ്മൾ പറയുന്നത് ജീൻ ഫ്ലോ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി ഒക്കർ ബൈ ചാൻസ്. അങ്ങനെ ജീൻ ഫ്രീക്വൻസിയിൽ ബൈ ചാൻസിൽ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പക്ഷേ ഒരു ഫ്ലഡ് വന്നിട്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാമിറ്റി വന്നിട്ടാവാം ഒരു പോപ്പുലേഷൻ വരെ ആൾക്കാർ ഇങ്ങനെ മാറണമെന്നും അവിടെ കുടിയേറണമെന്നും. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ബൈ ചാൻസിൽ വരുന്ന ഇങ്ങനെ ഒരു പോപ്പുലേഷൻ ജീൻ ഫ്രീക്വൻസി ചേഞ്ച് നമ്മൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സ്, ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ ആൻഡ് ജനറ്റിക് ഡ്രിഫ്റ്റ്, മനസ്സിലായോ? അപ്പോൾ ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിൽ നിന്നും, അല്ലെങ്കിൽ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഒരു പോപ്പുലേഷനിലോട്ട് വേറൊരു പോപ്പുലേഷൻ ആൾക്കാർ വന്നു ചേർന്ന് അവിടെ അവർ താമസിച്ച് അവിടുത്തെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവിടുത്തെ ആൾക്കാരുമായിട്ട് മീറ്റിംഗ് നടത്തി പുതിയ ജനറേഷൻ ഉണ്ടാവുക, പുതിയ പോപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ ആ പുതിയ പോപ്പുലേഷനിൽ ഇപ്പോൾ ഓൾറെഡി വന്നിരിക്കുന്നവരുടെ അലീൽസ് വന്നു കഴിഞ്ഞു അല്ലേ? അപ്പോൾ അവിടുത്തെ ആ കോൺസ്റ്റൻ്റ് ആയിരുന്നത് ചേഞ്ച് ചെയ്തു. പിന്നെ അവർ ജനറേഷൻ സക്സീഡ് ചെയ്യും തോറും ആ പുതിയ പോപ്പുലേഷനാണ്, ഓൾഡ് പോപ്പുലേഷൻ കംപ്ലീറ്റ് ഡിസപ്പിയർ ചെയ്യാവുന്ന പുതിയ പോപ്പുലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. വീണ്ടും അത് കോൺസ്റ്റൻ്റ് ആവും. അതിനെയാണ് ജീൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ജീൻ ഫ്രീക്വൻസി ചേഞ്ചസ് വരുന്നത് ബൈ ചാൻസ് ആണെങ്കിൽ, അതായത് ഒരു കലാമിറ്റി വരാം, അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഡ്രിഫ്റ്റ്, എല്ലാവരും ഒരു സ്ഥലത്തും ഷിഫ്റ്റ് ചെയ്യണം, എന്തെങ്കിലും കാരണവശാൽ ഫ്ലഡ് ആയതുകൊണ്ടാവാം, വെള്ളപ്പൊക്കം താമസിക്കാൻ പറ്റാത്തൊരു കാരണം വന്നു, ഇതുകൊണ്ടൊക്കെ ആവാം ഒരു സ്ഥലത്ത് എല്ലാവരും മറ്റൊരു സ്ഥലത്ത് പലായനം ചെയ്യുക. അതിന് നമ്മൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്?
മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സഡൻ ഹൊറിറ്റബിൾ ചേഞ്ചസ് അതും എവല്യൂഷനിലോട്ട് ലീഡ് ചെയ്യാം. സഡൻ ഹൊറിറ്റബിൾ ചേഞ്ചസ് ആണ്. ദെൻ ജനറ്റിക് റീകോമ്പിനേഷൻ നാച്ചുറൽ സെലക്ഷൻ ആണ്. അതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. 16% ഓഫ് ദ പോപ്പുലേഷൻ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. 16% ഓഫ് പോപ്പുലേഷൻ അതിൻ്റെ ആവശ്യമില്ല. അതിപ്പോൾ അത് ലീവ് ചെയ്തിട്ട് കളയും കേട്ടോ. നെക്സ്റ്റ് ദ ഫൗണ്ടർ എഫക്റ്റ്. അതും ഇത്തിരി ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കും നിങ്ങൾ. ഫൗണ്ടർ എഫക്റ്റ് ഈസ് എ ചേഞ്ച് ഇൻ ദ അലീൽ ഫ്രീക്വൻസി ദാറ്റ് occur when a new population is established by very small number of individuals from a larger population. ഹിയർ ദ ചേഞ്ച്. എന്താണ് ഫൗണ്ടർ എഫക്റ്റ്? അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഫൗണ്ടർ എഫക്റ്റ് എന്താണ്? ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ അലീൽ ഫ്രീക്വൻസി. അലീൽ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വന്നു. അതെങ്ങനെയാണ്? വെൻ എ ന്യൂ പോപ്പുലേഷൻ ഇസ് എസ്റ്റാബ്ലിഷ് വെരി സ്മോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം എ ലാർജ് പോപ്പുലേഷൻ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വാർഡിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്, കേരളത്തിൽ തന്നെ അല്ല വേണ്ട, കേരളത്തിൽ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ലാർജ് പോപ്പുലേഷൻ ആണല്ലേ. പക്ഷേ ഫ്ലഡ് വന്നു. തൃശ്ശൂർ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. എല്ലാ മനുഷ്യരും ചത്തുടങ്ങി. വളരെ കുറച്ച് നമ്പർ മാത്രമേ ഇവിടെ സർവൈവ് ചെയ്തിട്ടുള്ളൂ. ആ സർവൈവ് ചെയ്ത നമ്പറിൽ നിന്നും ഒരു പുതിയ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതായത് അവിടെ ഫൗണ്ടർ ആയിരിക്കുന്നത് ഇപ്പോൾ ശിലയിടുക. ഒരു കെട്ടിടമൊക്കെ പണിയുമ്പോൾ അവിടെ അതിന് ശിലയിടുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ കല്ലിടുക എന്ന് പറയത്തില്ല. ആ കല്ലിൽ നിന്നൊരു വലിയ കെട്ടിടം ഉണ്ടായി. അതേപോലെ തന്നെ ഒരു പോപ്പുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ലാർജ് പോപ്പുലേഷനിൽ നിന്നും ഒരു സ്മോൾ നമ്പർ അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. അതിൽ നിന്നൊരു ന്യൂ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനെയാണ് ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയുന്നത്. The founder effect is change in the allele frequency that occur when a new population is established by very small number of individuals from a large population. Here, change in the allele frequency is so different in the new sample of population that they become a different species. അല്ലേ? ചേഞ്ച് ഇൻ ദ അലീൽ ഫ്രീക്വൻസി സോ ഡിഫറെൻറ്റ് ന്യൂ സാമ്പിൾ സൊല്യൂഷനിൽ ദേ ബിക്കം ഡിഫറെൻറ്റ് സ്പീഷീസ് ആയിരിക്കും. അതായത് ഇതിനൊക്കെ റിക്കവർ ചെയ്തിട്ടാണല്ലോ, സർവൈവ് ചെയ്തല്ലോ, സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്ത്, അപ്പോൾ അവർക്കൊരു ന്യൂ ടൈപ്പ് ഓഫ് അലീൽ ഫ്രീക്വൻസി ആവാം. The original drifted population become founder ആണു and the effect is called. ആരാണോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത് അവർ സ്മോൾ നമ്പർ ആയിരിക്കും അല്ലേ. അവരായിരിക്കും അടുത്തൊരു പോപ്പുലേഷൻ ഉണ്ടാക്കുക, അടുത്ത ജനറേഷന് ഉണ്ടാക്കാനുള്ളത്. അങ്ങനെ പിന്നീട് നമ്പർ കൂടി വലിയ പോപ്പുലേഷനായിട്ട് മാറുന്നു. അപ്പോൾ ആ തുടക്കമുണ്ടായിരുന്ന സ്മോൾ നമ്പേഴ്സാണ് ഫൗണ്ടേഴ്സ് ആവുന്നത് കേട്ടോ. ദാറ്റ്സ് എ ഫൗണ്ടർ എഫക്റ്റ്. പിടികിട്ടിയ ഫൗണ്ടർ എഫക്റ്റ് എന്താണെന്ന്? ഫൗണ്ടർ എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലാർജ് പോപ്പുലേഷൻ സ്മോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഒരു പുതിയ പോപ്പുലേഷൻ ഉണ്ടാക്കാനായിട്ട് കാരണമാകും. അതിനെയാണ് കേട്ടോ. ഇവിടെ 2 സീറോ വലിയ വലിപ്പമുള്ളൊരു സർക്കിൾ കൊടുത്തിരിക്കുന്നു, ചെറിയൊരു അപ്പോൾ ഈ വലിയ വലിപ്പമുള്ള ഈ സർക്കിളിൽ നിന്നും എന്തെങ്കിലും കാരണത്താലൊക്കെ കുറേ പോപ്പുലേഷൻ നമ്പർ ഓഫ് ആൾക്കാർ ചത്തൊടുങ്ങിയിട്ട് ബാക്കി ഒരു സ്മോൾ സർക്കിളുള്ള ആൾക്കാർ സ്മോൾ മെമ്പേഴ്സ് ആയിട്ട് മാറുന്നു. ആ സ്മോൾ മെമ്പേഴ്സിൽ നിന്ന് ഒരു ന്യൂ പോപ്പുലേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ചെറിയ സർക്കിളുള്ള സ്മോൾ മെമ്പേഴ്സ് ഓഫ് പീപ്പിൾസ് ആണ് ഫൗണ്ടേഴ്സ്. ആ പോപ്പുലേഷൻ്റെ ഫൗണ്ടേഴ്സ്. ആ എഫക്റ്റിനെ പറയുന്നതാണ് ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എവല്യൂഷൻ്റെ ബ്രീഫ് അക്കൗണ്ടാണ്. എവല്യൂഷൻ്റെ ബ്രീഫ് അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ വായിച്ചുകൂടാ കേട്ടോ. എബൌട്ട് 2000 million years ago, അതിനാണ് മ്യാ എന്ന് പറയുന്നത്, million years ago, the first cellular life forms life appeared on Earth. The reaction period could have been similar to the light reaction in photosynthesis, where water is split with the help of solar energy captured and channelized by appropriate light harvesting pigments. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ സെല്ലുലർ ഫോംസ് ഓഫ് ലൈഫ് ഭൂമിയിലുണ്ടായത്. അതിൽ നിന്നും സം ഓഫ് ദി സെൽസ് ഹാഡ് ദ എബിലിറ്റി ടു റിലീസ് ഔട്ട് ഓക്സിജൻ. അതിൽ നിന്നും ചില സെൽസിന് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന കഴിവുണ്ടായി. പിന്നെ റിയാക്ഷൻ നടക്കണം. അതിൻ്റെ ലൈറ്റ് റിയാക്ഷൻ ഫോട്ടോസിന്തസിസ്, അതിൻ്റെ ഫലമായിട്ട് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ സോളാർ എനർജി ചെയ്ത് അങ്ങനെ ലൈറ്റ് ഹാർവസ്റ്റിംഗ് പിഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നു. സ്ലോലി സിംഗിൾ സെൽ ഓർഗാനിസം ഒക്കെ മൾട്ടി സെല്ലുലർ ഫോംസ് ആയിട്ട് മാറുന്നു. ബൈ ദ ടൈം 500 million years ഒക്കെ ഇൻവെർട്ടിബ്രേറ്റ് ഫോം ചെയ്യുന്നു, ആക്റ്റീവാണ്. ജോലെസ് ഫിഷ് പ്രോബബ്ലി ഇവോൾവ് അറൗണ്ട് 350 million years ago. ജോലെസ് ഫിഷ് ഉണ്ടാകുന്നു. സീവീഡ്സ് ആൻഡ് ഫ്യൂ പ്ലാന്റ്സ് എക്സിസ്റ്റഡ് പ്രോബബ്ലി അറൗണ്ട് 320 million years ago. The first organism that invaded land were plants. First organisms എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഗാനിസം that invaded land were plants ആണ്. They were widespread on land while animals invaded land.
Fish with stout and strong fins could move on land and go back to water. This was about 350 million years ago. In 1938, a fish caught in South Africa happened to be a coelacanth, which was thought to be extinct. These animals called lobefin evolved into the first amphibian that lived on both land and water. These were ancestors of modern day frog and salamanders. The amphibian evolved into reptiles. They lay thick shelled eggs which do not dry up in sun, unlike those of amphibian. The next 200 million years or so, reptiles of different shape and size dominated on Earth. Giant ferns, pteridophytes were present, but they all fell to form coal deposits slowly. അപ്പോൾ ഇത് ഓരോ മില്യൺ ഇയേഴ്സ് എഗോയിലും 500-300 ഇയേഴ്സിലെങ്കിലും എന്തൊക്കെ ഫോം ചെയ്തു എവല്യൂഷൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫോംസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, വായിച്ച് നിങ്ങൾ വിടുക കേട്ടോ, അത്രയും മതിയുള്ളൂ. സം ഓഫ് ദീസ് land reptiles went back to water to evolve into fish-like reptiles probably 200 million years ago. Example, Ichthyosaurus. The land reptiles were of course the dinosaurs. The biggest of them, the Tyrannosaurus rex, was about 20 feet in height and had huge, fearsome dagger-like teeth. About 65 million years ago, the dinosaurs suddenly disappeared from the earth. Dinosaurs disappear ചെയ്തു. We do not know the true reason. Some may be climatic changes killed them. Some say most of them evolved into birds. Small size reptiles of that era still exist today. അപ്പോൾ അതിൽ നിന്നും ചില reptiles അവിടെ എക്സിസ്റ്റ് ചെയ്തു. അതാണ് ഫൗണ്ടർ എന്ന് ഞാൻ പറഞ്ഞില്ല. അതിൽ നിന്ന് ഇപ്പോഴത്തെ റെപ്റ്റൈൽസ് എല്ലാം ഫോം ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ്, ഇത്ര മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെ ഇവിടെ വന്നിരുന്നു എന്ന് കാണിക്കുന്നതാണ് എവല്യൂഷൻ, ഒരു ബ്രീഫ് അക്കൗണ്ട് കേട്ടോ. ദ ഫസ്റ്റ് mammals were like shrews. Their fossils are small-sized. Mammals were viviparous and protected their unborn young inside the mother's body. Mammals were more intelligent in sensing and avoiding danger at least. ഇത് mammals ആയിട്ട് മാറി. When reptiles came down, mammals took over this earth. There were in South America mammals resembling horse, hippopotamus, bear, rabbit, etc. Due to continental drift, when South America joined North America, these animals were overridden by North American fauna. Due to the same continental drift, pouched mammals of Australia survived because of lack of competition from any other mammals. Some mammals live wholly in water. Whales, dolphins, scales, and sea cows are some examples. The most sudden story is the evolution of man with a language skill and self-consciousness. അതിനുശേഷമാണ് അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. ഒരു വൺ വേർഡിനോ ഒന്ന് മനസ്സിലാക്കി വായിച്ചു വിട്ടാൽ മതി. ക്ലാസ്സിൽ സ്കൂളായിരുന്നെങ്കിൽ നിങ്ങളെ വായിപ്പിക്കുകയുണ്ടായിരുന്നുള്ളൂ. ഇത് പഠിക്കേണ്ടതാണ്, ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ നന്നായിട്ട് പഠിക്കേണ്ടത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കാം കേട്ടോ.